ചെറ്റക്കുടിയിൽ, ഇതാണ് ചെറ്റക്കുടിയിൽ, കണ്ടില്ലേ? അപ്പോൾ വളരെ ചെറിയൊരു വീട്, ഇതിൻ്റെ ഉള്ളിൽ മുറികളൊന്നും ഉണ്ടാവില്ല. അതിനാണ് ചെറ്റക്കുടിയിൽ. കുടിയിൽ നിന്നും പറയും, ചെറ്റക്കുടിയിൽ നിന്നും പറയും. അപ്പോൾ ചില മനുഷ്യർക്ക് നമ്മൾ പറയും, കുറ്റം പറയും. തൃശ്ശൂർ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചെറ്റകളാണ് അവൻ ആളൊരു ചെറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളാണ്. അപ്പോൾ കണ്ടോ, ഇത് ഓല, തെങ്ങിൻ്റെ ഓല മെടഞ്ഞ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. കണ്ടോ, തെങ്ങിൻ്റെ പട്ട, അത് ഓലയല്ല, തെങ്ങിൻ്റെ പട്ട വെട്ടി ആ ആ ചൂട്ട് ഇങ്ങനെ മെടഞ്ഞ് നിൽക്കുന്ന സാധനമാണ് ഓല. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 40 വർഷം മുമ്പ് ഇഷ്ടം പോലെ ഇതുപോലത്തെ ഓല വീടുകൾ. പണ്ട് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഓലയുടെ വീടാണ്. അപ്പം ഇന്നത്തെ പോലെ മേൽക്കൂര ടെറസ് ഒന്നും ഇല്ല. അന്ന് മിക്കവാറും വീടുകളൊക്കെ ഓല മേഞ്ഞത്, 2 നില വീടായാലും ഓല മേഞ്ഞത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ഓട് വന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓട് വന്നതിന് ശേഷം പിന്നെ വാർക്ക വീടുകൾ. അപ്പോൾ ഈ ചെറ്റക്കുടിലിൻ്റെ ഇത് കണ്ടോ, ഈ വാതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലൊന്നല്ല, ഒരു ഓല തന്നെയാണ് വെക്കുക. അപ്പം അതിൻ്റെ പാട്ട് തന്നെയുണ്ട്, പണ്ടത്തെ ഇതുകൾ. മേലെ മാനത്ത് നീലിപ്പൂലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു 4 കെട്ട്. അപ്പം മേലെ മാനത്ത് എന്താണ്, ആ കുന്നിൻ ചെരുവിലൊക്കെ ഇതുപോലത്തെ വീടുകൾ ഇഷ്ടം പോലെയാണ്. അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ ഇതുപോലത്തെ പണക്കാർ പോയിട്ട് പ്രേമിക്കുകയാണ്. അവൻ്റെ വീട് കനകം, സ്വർണം പോലെ ഉള്ള ഇതൊക്കെയാണ്. എന്നിട്ട് വഞ്ചിച്ചു വിടും, അതാണ്. അപ്പം ഇത് കണ്ടോ, ഓല കെട്ടി മേഞ്ഞാണ്, കണ്ടില്ലേ? ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനൊക്കെ വളരെ സുഖമാണ്. AC പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ 5-6 ആൾക്ക് കിടക്കുന്ന വലുപ്പത്തിലാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ വളരെ ചെറുതാണ്, 2 ആൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടുപ്പ് ഞാൻ വിറകിൻ്റെ അടുപ്പായിരിക്കും. അപ്പോൾ ഈ ചുമരൊന്നും ഉണ്ടായിരിക്കില്ല അവരുടെ വീടിന്. ചുമര് എന്ന് പറയുന്നത് ഈ ഓല തന്നെയാണ്. അപ്പോൾ അതുമ്മയോടൊക്കെ തീ കയറിയിട്ട് പഠിച്ചിട്ട് ഇടയ്ക്കൊക്കെ വീടുകൾ കത്തിപ്പോവും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആൾക്കാർ അയ്യോ വീട് കത്തി എന്നിട്ട് ഓടിയിടുമ്പോൾ എല്ലാവരും ഓടിക്കൂടും. കിണറുകളിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്നിട്ട് കുടങ്ങളിൽ കൊണ്ടുവന്നിട്ടാണ് ഒഴിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ പച്ചപ്പട്ട ഞാൻ ഒരെണ്ണം വെട്ടിയെടുത്തരും, നിങ്ങളൊക്കെ ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ പച്ചപ്പട്ട വെട്ടിയെടുത്ത് ഇതിൻ്റെ ചൂട്ട് ഇങ്ങനെ മെടയണം. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിൽ, കേട്ടിട്ടില്ലേ? അപ്പോൾ തൂക്കണാങ്കുരുവിയുടെ കൂടുകളൊക്കെ പണ്ട് കാലത്ത് ഇതുമ്മൊക്കെ തൂക്കി കൊടുക്കും. അപ്പോൾ ഈ തുമ്പ് വെട്ടി കളഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്നാണ്, തുമ്പത്തു നിന്നാണ് നമ്മൾ പൊളിക്കുന്നത്. കണ്ടോ, അപ്പോഴാണ് നമ്മളുടെ ഈ പൊളി കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വണ്ണം ഉണ്ടായിരിക്കും, അവിടെ നിന്ന് നമ്മൾ പൊളിച്ച അവിടെ എത്തുമ്പോൾ ശരിയാവില്ല. അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ പച്ചപ്പട്ടയെല്ലാം എടുക്കുക, തെങ്ങിൻ്റെ പട്ടയൊക്കെ പച്ചയ്ക്ക് വെട്ടാനായിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ താഴെ വീണ പട്ട കുളത്തിൽ കൊണ്ടായി മുക്കിയിടും. എന്നിട്ടൊരു കല്ല് കയറ്റി വയ്ക്കും. എന്നിട്ടൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഓല മെടയുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മെടയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. കണ്ടോ, ഒരു ഓല വിട്ട് കളഞ്ഞതിന് ശേഷം ഓരോന്നും വിട്ട് മറ്റത് പൊക്കി പിടിക്കുക. കണ്ടോ, ഒരെണ്ണം പൊക്ക, എന്നിട്ട് അടുത്തത് താഴെ ഇടുക, അടുത്തത് പൊക്ക, പിന്നെ അടുത്ത് വിട്ട് കളയുക, അങ്ങനെ കണ്ടോ. അതിന് ശേഷം ഒരെണ്ണം മടക്കിയിട്ട് ആ ഈർക്കിലി അങ്ങോട്ട് ഒടിച്ചിട്ട് ഇങ്ങോട്ട് ഇത് വെക്കുക. അപ്പോൾ ഇതൊന്നും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും ഇഷ്ടം പോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. യു ആർ വെരി എഡ്യൂക്കേറ്റഡ്, ബെറ്റർ ദാൻ മീ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടുവരികയുണ്ട്. കാരണം അന്നൊക്കെ മിക്കവാറും അത് ഒരു 30% വീടുകളും ഇതുപോലെ ഓല വീടാണ്. കുറച്ചും കൂടിയും കാശുള്ളവരൊക്കെ ഓടാക്കി, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലൊക്കെ ഒരു 30 അല്ലെങ്കിൽ 35 വർഷമായിട്ടുള്ളൂ
ഇതുപോലെ വാർക്ക കെട്ടിടങ്ങൾ നിറഞ്ഞിട്ട്. അതിന് മുന്നൊക്കെ ഇത് തന്നെയാണ്. ഇതുണ്ടല്ലേ. അപ്പോൾ ഈ ഓല വീടിൻ്റെ ഉള്ളിൽ കിടന്ന നല്ല സുഖമാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ സിനിമ തിയേറ്റർ അതൊക്കെ ഓലയുടെ ഷെഡാണ്, വലിയ ഷെഡുകൾ. എന്നിട്ട് അതിലാണ് സിനിമ കളിക്കുക. അതിന് സിനിമ കൊട്ടാരം, കൊട്ടക, സിനിമ കൊട്ടക എന്നൊക്കെയാണ് പേര്. അപ്പോൾ ഓല മെട എന്തൊക്കെ എല്ലാവരും കണ്ട് പഠിച്ചു കാണും. കണ്ടല്ലേ, ഇതൊക്കെ ഇത്രയ്ക്കുള്ള നിസ്സാര പണികളുള്ളൂ. അപ്പം ഇന്നൊന്നും ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആരും ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിലെ തൊഴുത്തൊക്കെ ഇതായിരുന്നു, വണ്ടിപ്പുര എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ കാളവണ്ടിയൊക്കെ കയറ്റിടുന്നത് ഓല ഷെഡാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ മണൽ ഏരിയകളുണ്ട്, മണലുള്ള കടലിൻ്റെ ഏരിയ, അവിടെയൊക്കെ വേലി മതിൽ കെട്ടാനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ ചവറ്, ഉണക്കയില ഇതൊക്കെ അടിച്ചു വാരാനും വെറ്റില നുള്ളാൻ വേണ്ടിയിട്ടുള്ള തൊട്ടി, അതൊക്കെ ഈ വെറ്റില തൊട്ടിയൊക്കെ 4 കൂട്ടി മുറുക്കാന്ന് കേട്ടില്ലേ, അതിനുള്ള വെറ്റില നുള്ളാன തൊട്ടിയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുക. കല്യാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് പന്തല് ഉണ്ടാക്കുക ഈ ഓല മേഞ്ഞിട്ടുള്ള പന്തലാണ്. അല്ലാണ്ട് ഇതുപോലെ ടാപ്പായ ഷീറ്റ് വലിച്ചു കെട്ടലും ഇതൊന്നും പണ്ടില്ല, അതൊക്കെ ഇതാണ്. അപ്പൊ നമ്മളുടെ ഓല മെടയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കണ്ടോ വളരെ ഭംഗിയാണ്. കണ്ടില്ലേ, ഇതൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ 2 എണ്ണം ഡബിളാണ് വയ്ക്കുക ഓല മേയാനായിട്ട്. കണ്ടില്ലേ. അപ്പോൾ പണ്ടൊക്കെ മഴ വരണേക്കാളും മുമ്പ് എല്ലാവരും ഓല മേയണം, വീട് പുര കെട്ടി മേയാന്ന് പറയും. അതൊക്കെ ഒരു കാലം. അന്നൊക്കെ എല്ലാവരും മാർച്ച് മാസമാകുമ്പോൾ ഓല കെട്ടി മേഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ കണ്ടില്ലേ, ഞാൻ ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്.